ഈ ഒരുപാട് സ്നേഹം കിട്ടി ജീവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരുപാട് മറ്റേ റൊമാൻറ്റിക് നോവൽസ് ഒക്കെ വായിച്ചിട്ടുള്ള ഒരാള്, അപ്പൊ ലൈഫിനെ പറ്റിയിട്ട് എപ്പോഴും ഭയങ്കര എന്താ പറയാ, കാൽപ്പനികമായിട്ടുള്ള ഭയങ്കര ഇമാജിനറി ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് എല്ലാ പിള്ളേർക്കും മിക്കവാറും എല്ലാ പെണ്ണുങ്ങൾക്കും അവർക്ക് അവരുടെ ഒരു എങ്ങനെ ആയിരിക്കണം ലൈഫ്, അവരുടെ എസ്പെഷ്യലി ഒരു ഡ്രീം വേൾഡ് ഉണ്ടായിരുന്നോ? ശരിക്കും ഇപ്പം നമ്മളിപ്പോൾ സിനിമയിലും കൂടെ വന്നതിന് ശേഷം അന്നൊക്കെ സിനിമയിൽ ഇവർ പറയില്ലേ തുളസി കതിരി ചൂടി അമ്പലത്തിൽ രാവിലെ പോവുക, അതൊക്കെ ഞാൻ ബോംബെയിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ പോലും ഈ പടത്തിൽ വന്നപ്പോൾ അത് കേട്ട് 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 എൻ്റെ മൈൻഡിലും ഐ ലവ് ദാറ്റ്. അപ്പോൾ നിദ്രയിലൊക്കെ അഭിനയിക്കുന്ന സമയത്തും എല്ലാം ഏകദേശം അങ്ങനെ പാടവും അതും. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയതും ഫസ്റ്റ് മടത്തുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ശരിക്കും കുഗ്രാമം പോലെയാണ്. അവിടെ ഒന്നും രാത്രി ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് ശബ്ദം അല്ലാതെ വേറെ ഒന്നും കേൾക്കില്ല. ബട്ട് ഐ വാസ് ലൈക്ക് എ പേഴ്സൺ, ഞാൻ എന്തിനും ഞാൻ പെട്ടെന്നാണ് ഞാൻ അഡാപ്റ്റ് ആവുന്നത്. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, ബോംബെയിൽ ജനിച്ച് വളർന്ന് അവിടെ കറാപൊറ എന്ന് പറഞ്ഞ് എപ്പോഴും ശബ്ദം കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നാണ് സൈലൻസിലോട്ട് പോയത്. പക്ഷെ ഐ വാസ് ഹാപ്പി, കാരണം എനിക്ക് ഇഷ്ടമായിരുന്നു. രാവിലെ ആകുമ്പോൾ അമ്മായിയമ്മയുടെ കൂടെയും നാത്തൂൻ്റെ കൂടെയും കുളിച്ച് തുളസിയൊക്കെ ചൂടി നടന്ന് ഇങ്ങനെ അമ്പലത്തിൽ പോവുക, അവിടെ തൊഴുതിട്ട് തിരിച്ച് വരുമ്പോൾ പ്രസാദം, പിന്നെ അവിടെ പാടത്ത് പിന്നെ പോയ കപ്പയ്ക്കൊക്കെ കൊണ്ടുവരും, അതൊക്കെ ഇവർ അരിയുന്ന രീതി കാണുക. അത് കഴിഞ്ഞ് പിന്നെ അടുപ്പ് ഊതൽ. ഇപ്പം നമ്മൾ ഈ ഷോർട്ടൊക്കെ ഇടയ്ക്ക് എടുക്കുമ്പോൾ ചിലവർ ഞാൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കും, ഹൈ ഇങ്ങനെ അറിയാം, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ അടുപ്പ് കത്തിക്കുന്ന ഒരു ശാന്തികൃഷ്ണയോ ഇങ്ങനെ ഊതി ഇങ്ങനെ കണ്ണൊക്കെ തുടച്ച് അതൊക്കെ നമുക്ക് ആക്ടിങ് ഒക്കെ നാച്ചുറലായിട്ട് എങ്ങനെ വരുന്നു എന്ന് ഇതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ ഒരു സിസ്റ്റം, ഐ മീൻ ഒരു അന്ന് മാം അങ്ങനെ കാഷ്വലായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിക്കില്ലേ? അവിടെയൊക്കെ വരുമായിരുന്നു. പിന്നെ അവർക്കൊരു സുഖം, അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. നാട്ടുകാര് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ആ പടം കണ്ടിട്ടുണ്ട്, ഈ പടം കണ്ടിട്ടുണ്ട്, അപ്പോ ഇത് ഞങ്ങളുടെ കഥ, അതൊക്കെ ആയിരുന്നു. 84 ഞാൻ കല്യാണം കഴിച്ചത്. സോ ആ സമയത്ത് അതിന് മുമ്പിലത്തെ പടങ്ങൾ ചില്ല് അത് ഇത് നിദ്രയിലൊക്കെ കാര്യമൊക്കെ പറയുമായിരുന്നു. സോ അതൊരു രസമായിരുന്നു. പക്ഷെ അത് ഓൺലി പ്രോബ്ലം വാസ് അന്ന് നമുക്ക് ഈ ഫോണില്ല. അപ്പോൾ എനിക്ക് അമ്മയൊക്കെ വിളിക്കണമെങ്കിൽ അവിടുന്ന് ഞങ്ങൾ പോകുന്നത് കുഴൂർ എന്ന് പറഞ്ഞ് ഇവരുടെ തറവാട് വീട്ടിലോട്ടാണ്. അവിടെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഫോണ്. ആ ഫോണിൽ നമ്മൾ കോള് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ ആ കോളൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ അമ്മയെ വിളിച്ച് അമ്മയോട് സംസാരിച്ച് ഞാൻ പറയും ഇവിടെ ഒരു ബസ്സുണ്ട്. അപ്പോൾ ചേട്ടന്മാരൊക്കെ ചിരിച്ചിട്ടുണ്ട്, നീ ഒരു ബസ്സോ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു കമ്പനിയുടെ ബസ്സാണെന്ന്. പക്ഷെ ഒരു ബസ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയും ഇവിടെ നേരാന്ന് പറഞ്ഞ് ബസ് പോകുന്ന സ്ഥലം, നീ അവിടെ പോയി ഒരു ബസ് വിട്ട് നീ എവിടെയാടി, അങ്ങനെ ഹൗ ആർ യു ഈവൻ ലിവിങ് ദെയർ എന്ന്. ഞാൻ പറയും ഐ എം ഹാപ്പി, എനിക്കിഷ്ടമാണ്. പക്ഷെ കറണ്ട് പോയ ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ കറണ്ട് വരില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ. എന്നിട്ട് പിന്നെ നമ്മുടെ ഇതൊക്കെ പെട്രോമാക്സ് ഒക്കെ ഇതുപോലെ ശാന്തികൃഷ്ണൻ ജീവിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുമായിരിക്കും. അതുപോലെ ദീപം അതുപോലെയൊക്കെ ആയിരുന്നു നമ്മൾ. ദീപം കണ്ടിട്ടില്ലേ പടങ്ങളില്? അതുപോലെ. അപ്പോൾ നാച്ചുറലി കാൽപ്പനികം പറയാൻ പറ്റില്ല. ഐ ഹാവ് ലിവ്ഡ് ത്രൂ ദാറ്റ്. ഇപ്പൊ നമ്മളിപ്പോ ഇതുപോലത്തെ ഒക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. ലൈക്ക് ഐ വോണ്ട് ടു ബി എ കുഗ്രാമത്തിൽ പോയി ഇങ്ങനെ ജീവിക്കണം എന്നല്ലായിരുന്നു. പടങ്ങളിലൊക്കെ നമ്മൾ അതുപോലത്തെ സീൻസ് ഒക്കെ അഭിനയിക്കുമ്പോൾ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ബട്ട് ഐ ലവ് ദാറ്റ്. കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ. പിന്നെ നമ്മുടെ സുരേഷ് കുമാറൊക്കെയാണ് ശ്രീനാഥിനെ വിളിച്ചിട്ട് പറയായിരുന്നു, അവിടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യനെ വിളിക്കണമെങ്കിൽ പോലും ഒരു വിധത്തിലും നിന്നെ കിട്ടില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ട്രിവാൻഡ്രത്തോ എവിടെയെങ്കിലും വന്ന് ഇങ്ങനെ താമസിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് വന്നു. അങ്ങനെയാണ് പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ ഷിഫ്റ്റ് ചെയ്തത്. കാരണം എന്തെങ്കിലും ഞാൻ പടം അപ്പോൾ വിട്ടു. ശ്രീനാഥിന് പടം ചെയ്യുകയാണെങ്കിലും തന്നെ ആരെങ്കിലും ഒക്കെ വിളിക്കണമെങ്കിലും ഒന്നുമില്ല, ലെറ്റർ കൂട്ടി അങ്ങനെയൊന്നും കിട്ടത്ത പോലും ഇല്ല. സോ അതുകൊണ്ട് വി കെയിം ടു ട്രിവാൻഡ്രം. അപ്പൊ അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് താമസിക്കാൻ തുടങ്ങിയത്. കൾച്ചറൽ ഷോക്ക് ഒക്കെ പോലെ ഉണ്ടാവില്ലേ, കുറേ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് നിന്ന്? എനിക്കത് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ അല്ല സത്യമായിട്ടും ഞാൻ തന്നെ എന്നെ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യവും. എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് എല്ലാ ഇതിലിപ്പോൾ ഭയങ്കര ലക്സൂറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ലക്സൂറിയസ് ആയിട്ട് ഒരു വീട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഐ ലവ് ടു എക്സ്പ്ലോർ. ചിലതൊക്കെ നമുക്ക് എന്താന്ന് പോലും മനസ്സിലാവില്ലല്ലോ, സ്വിച്ച് എവിടെ ഉണ്ട്, പൈപ്പ് എവിടെ ഉണ്ട്.
പക്ഷെ ഐ ലവ് ടു എക്സ്പ്ലോർ ദാറ്റ്. എന്നിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഐ വിൽ ബി ലക്ഷൂറിയസ്ലി ലിവിങ്. അതേ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു ഇതുപോലെ കുഗ്രാമത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഇതിലേക്ക് ഞാൻ അങ്ങ് അഡാപ്റ്റ് ചെയ്യും. സംഹൗ ഐ ഡോണ്ട് നോ ഹൗ, എനിക്ക് അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അതായത് ഫാൻ കറങ്ങാത്ത ഒരു മുറിയിലും ശാന്തികൃഷ്ണൻ ഹാപ്പിയാണ്. ഞാൻ വീശിക്കൊണ്ട് ഇനി കുറച്ച് ഇറിറ്റേഷനൊക്കെ പിന്നീട് വരും. അയ്യോ വിയർക്കുന്നു, വിയർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി പാടാ. പക്ഷെ എന്നാൽ പോലും സംഹൗ യു ടോക്ക് ടു പീപ്പിൾ. അല്ലെങ്കിൽ റേഡിയോ ഒക്കെയാണ് പാട്ട്. അപ്പോൾ നമുക്ക് ടി വി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ റേഡിയോ പാടാം. അപ്പം അന്നാണ് ഞാൻ ചിത്രയുടെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ വിചാരിച്ചു, ചിത്രമൊക്കെ എനിക്ക് പാടിയിട്ടില്ല. ഞാനുള്ളപ്പോൾ ജാനകി അമ്മയൊക്കെ ആയിരുന്നല്ലേ കൂടുതൽ പാട്ടുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ചിത്ര പാടിയിട്ട് ഞാൻ വാനിക്കുന്ന ഒരു സംഭവം ഒരു ഉണ്ട്. അതുപോലെ ഞാൻ പിന്നീട് വന്നപ്പോൾ വിഷ്ണു ലോകം ഇതെല്ലാം ചിത്രയായിരുന്നല്ലോ. അതാ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഐ മീൻ സംഹൗ മൈ ലൈഫിൽ ഒരുപാട് ആ കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ഹാവ് ഗോൺ ത്രൂ. സോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു. പിന്നെ കാൽപ്പനികം, ലൈക്ക് യു സെഡ് ഫാരി ടെയിൽ, അത് എന്തായാലും ഉണ്ടായിരുന്നു നമ്മൾ മൈൻഡിൽ. അതുകൊണ്ടായിരിക്കും ഞാൻ ആദ്യം ശ്രീനാഥിനോട് എനിക്ക് അട്രാക്ഷൻ തോന്നിയതും. ടോൾ ഡാർക്ക് ഹാൻസം എന്നൊക്കെ പറയുമ്പോൾ ടോൾ ഡാർക്ക് അല്ലായിരുന്നു, എന്നാലും ടോൾ ആൻഡ് ഹാൻസം ചേട്ടൻ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എല്ലാം നമ്മൾ വിചാരിക്കും whatever he is ഒരു ഡ്രീം ബോയ്. അതായിരുന്നു. ഞങ്ങളുടെ പേരും ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ലുക്സ് ആണ്, നല്ല കപ്പിളാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ജസ്റ്റ് ഗോസ് ഓൺ, ലൈഫ് ഗോസ് ഓൺ എന്ന് പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ ചിലപ്പോൾ എല്ലാം നടക്കുന്നത്. നിങ്ങൾ ഭയങ്കര അഡ്വഞ്ചറസ് ലവർ ആയിരുന്നു ശാന്തികൃഷ്ണ. പ്രേമത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന? അയ്യോ അങ്ങനെ ഒന്നുമില്ല. ഐ ജസ്റ്റ് ഹാപ്പൻ ടു ഫോൾ ഇൻ ലവ്. അത് നമുക്ക് ഒരിക്കലും അതിനു വേണ്ടി നമ്മൾ നടക്കാന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റും. ലവ് ഒരിക്കലും പറഞ്ഞിട്ടല്ല വരുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് മനസ്സ് അങ്ങ് കൊടുത്തു പോകും. അപ്പൊ അതുപോലെയാണ് ഞാൻ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവും, ബിക്കോസ് ഹി വാസ് വെരി ഹാൻസം. അപ്പൊ നാച്ചുറലി ഞങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോഴും പെരുമാറ്റവും നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയും ഒക്കെ കണ്ട് നാച്ചുറലി നമുക്ക് അതൊരു ആ ഒരു ഏജും ആണ്. ഐ വാസ് ജസ്റ്റ് 18-19 ആണ് ഞാൻ കല്യാണം കഴിച്ചത്. ഐ തിങ്ക് ജസ്റ്റ് 19 കഴിഞ്ഞ് 20th ഇയറിലാണ്. 20ാമത്തെ വയസ്സിൽ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടി 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണം തോന്നുന്നു. ഇപ്പൊ എന്റെ മോക്ക് 21 എത്ര കാലം ഡേറ്റ് ചെയ്തു? 2 മാസോ? ഡേറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അമ്മ ഇങ്ങനെ മിഴിച്ചൊക്കെ നോക്കും എന്നെ. പക്ഷെ എന്റെ മൈൻഡിൽ കത്തൊക്കെ ഉണ്ടായിരുന്നു. ഫോൺ ഞാൻ ബോംബെയിൽ പോകുമ്പോൾ പുള്ളി മെഡ്രാസിലൊക്കെ ചെന്നൈയിലൊക്കെ ഉള്ള സമയത്ത് എനിക്ക് എപ്പോഴും അപ്പോൾ ഫോൺ അടിക്കുമ്പോൾ തന്നെ മനസ്സൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറയുന്ന പോലെ ഫോണ് പോയി എടുക്കുക. എന്നിട്ട് ആരും കാണാതെ ഇങ്ങനെ പതുക്കെ വന്നിട്ട് ഫോണ് സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ടിപ്പിക്കലാണ്. ഭയങ്കര സന്തോഷം. വെച്ച് കഴിഞ്ഞാൽ അവിടെ പിണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം. ഈ ടിപ്പിക്കൽസ്, അതായത് ഒരു എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നോവലിലൊക്കെ വായിക്കുന്ന പോലെ തന്നെയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതിലൊരു ഡിസഡ്വാൻറ്റേജിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏജാണ്. ഒന്നാമത് ആ ഒരു ഏജിൽ നമുക്ക് വാട്ട് ഇസ് റിയൽ, വാട്ട് ഇസ് ഇൻഫാച്യുവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് നമുക്ക് മൈൻഡിൽ പോവില്ല. ഇപ്പൊ ഇതിൽ നമുക്ക് അച്ഛന് പറഞ്ഞാൽ എന്ത്, അമ്മ പറഞ്ഞാൽ എന്ത്, ചേട്ടന്മാർ പറഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോഴേ പോയി കല്യാണം ഒന്നും കഴിച്ചേക്കരുത്. എന്തിനാ 10-20 വയസ്സ് പോലും ആയില്ല, ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത്? അയ്യോ എനിക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ശ്രീനാഥ് അല്ലാതെ വേറെ ആരും വേണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്ത് ചെയ്താലും സമ്മതിക്കില്ല, ഭയങ്കര സ്റ്റബേൺ. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, മണ്ടത്തറല്ലേ ചെയ്തത്. ബട്ട് ദാറ്റ് ഇസ് ഹൗ ലൈഫ് ഈസ്. നമുക്ക് ചിലപ്പോൾ ദെർ ആർ പീപ്പിൾ, ചില പേര് പറഞ്ഞാൽ കേൾക്കും, ഞാൻ പറഞ്ഞാൽ കേട്ടില്ല. അപ്പൊ എൻ്റെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് വലിയ കാര്യമായിട്ട് ഞാൻ തന്നെ എടുത്തു. അത് ശരിയായില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ആ സമയത്ത് ഐ തിങ്ക് എൻ്റെ ഈ ചെറുതിലെ വായിച്ചുകൊണ്ടിരുന്ന ഈ റൊമാൻറ്റിക് നോവൽസ് കുഡ് ഹാവ് ബീൻ സംവെയർ ഒരു ബാഡ് ഇൻഫ്ലുവൻസ്. കാരണം നമ്മുടെ തോട്ട് പ്രോസസ് അങ്ങനെ ആയിപ്പോവും. നമ്മൾ ഇതിനെ കുറിച്ച് വിചാരിക്കും. അപ്പം നമ്മൾ എങ്ങാനും നമുക്ക് വിഷമം ഉണ്ടെങ്കിലും പിന്നീട് വന്ന് നമ്മളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ശരിയാവും. അപ്പൊ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും അത് ശരിയാവും. ദാറ്റ് കോൺഫിഡൻസ് വാസ് ദെയർ. കാരണം നോവലിന് ശരിയായില്ല. സോ ദാറ്റ് ഇസ് ആണ് നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ. ഐ എം ജസ്റ്റ് സേയിങ്, ഇപ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കും ഞാൻ വിചാരിക്കുന്നത് അതാണ്.